എൻ്റെ പേര് രമേശ് ബാബു. പേരെന്താണ്? പുഷ്പ. പുഷ്പ. എവിടെയാണ് വീട്? രാജാക്കാട്. രാജാക്കാട്, ഇടുക്കി ജില്ല അല്ലേ? ഇടുക്കി ജില്ല. അപ്പോൾ എന്താണ് ഉള്ള പ്രശ്നങ്ങൾ, അസുഖങ്ങൾ? എനിക്ക് ഷുഗർ, കൊളസ്ട്രോള്, BP അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ. പിന്നെ എൻ്റെ ചങ്കിനകത്ത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഈ സൈഡിൽ നിന്ന് ഒരു കുത്തൽ വന്നിട്ട് പുകച്ചിലും കുത്തലും അത് തലയിലോട്ടും അനുഭവപ്പെടുമായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ കണ്ട്, ഈ സാറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കണ്ട് അങ്ങനെ വന്നതാണ് ഇവിടെ. എത്ര നാളായി ഇത് ആരംഭിച്ചിട്ട്, ഈ അസുഖങ്ങൾ ആരംഭിച്ചിട്ട്? 3-4 വർഷമായി. 4 വർഷമായി. യൂട്രസ് മാറ്റി വെച്ചിരുന്നു അല്ലേ? മാറ്റിയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അലോപ്പതി മരുന്ന് ഉപയോഗിച്ചിരുന്നു? കുറച്ചാൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണോ ഈ പ്രശ്നങ്ങളുണ്ടായ ഷുഗറും? പിന്നെ ഇവിടെ വരണമെന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ്? വീഡിയോ കണ്ടപ്പം ഇവിടെ വന്ന ഒരു സുഖം കിട്ടുമെന്ന് ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ പ്രകൃതി ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അന്ന് വന്ന് അന്വേഷിക്കാമെന്ന് ഓർത്തപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് അന്വേഷിച്ചു. അന്നേരം സാറ് ഡേറ്റ് പറഞ്ഞു, ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അഡ്മിറ്റായി. നവജീവനി വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞു? 16 ദിവസമായിരുന്നു. 16 ദിവസമായി. ഇപ്പം എങ്ങനെയുണ്ട്? എനിക്കെല്ലാം നല്ല ആശ്വാസമാണ്. എൻ്റെ രോഗങ്ങൾ, BP, ഷുഗർ, എല്ലാ സംഭവവും കുറഞ്ഞു. നോർമലായി. 100-ൽ താഴെയുള്ളൂ ഇപ്പോൾ BP, ഷുഗറൊക്കെ. എല്ലാം നല്ല ലെവലിലായി. അപ്പം ഇവിടുത്തെ ജീവിത രീതി, നമ്മൾ പ്രധാനമായും ഇവിടെ മരുന്നുകളോ ഇതൊന്നും നൽകുന്നില്ലല്ലോ. നമ്മളിവിടെ പ്രധാനമായിട്ടും ജീവിത രീതി ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ജീവിത രീതിയുമായിട്ട് ഇണങ്ങിപ്പോകാൻ പറ്റിയിരുന്നോ? അതോടെ ഇവിടുത്തെ ഭക്ഷണം ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാം നല്ല തൃപ്തിയായിരുന്നു. നല്ല ഭക്ഷണങ്ങളുമായിരുന്നു. ഉപവാസമൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലൊരു ജീവിത രീതി അവിടുന്ന് കിട്ടിയത്. വന്നിട്ട് എത്ര ദിവസമൊക്കെ ആയപ്പം നമ്മൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങി? ഒരാഴ്ചക്ക് മുമ്പ് തന്നെ തുടങ്ങി. ഇപ്പം നന്നായിട്ട് പൂർണ്ണമായിട്ടും എല്ലാം നോർമലായി. അപ്പം നമ്മുടെ ഡോക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സാറ് പറയുന്നത് ടീച്ചർ അല്ലെങ്കിൽ ഗുരു എന്നുള്ള നിലയല്ല, കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനിയും നമ്മുടെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കിവിടെ വന്ന ഇത്ര ദിവസം കൊണ്ട് നമുക്ക് അതിന് ഗുണമുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ള ഒരു ആത്മധൈര്യം കിട്ടിയിട്ടുണ്ട്. അത് ആ ആത്മധൈര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അതുപോലെ തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സൗമ്യമായ ഇടപെടലും നല്ല രീതിയിലുള്ള പെരുമാറ്റമൊക്കെയാണ്. ഡോക്ടർ എന്നല്ല, ഗുരു, സാറ് ഗുരു എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പം അതുപോലെ തന്നെ ഭക്ഷണം പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബിന്ദു ഡോക്ടറുടെ ഭാര്യയാണ്. അപ്പം ആ ഭക്ഷണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാനതിന്നിപ്പം മാഡത്തിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. എനിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നി പോകുന്നതായിരിക്കില്ല. പോകാതിരിക്കാനും പറ്റിയല്ലോ. നല്ല ഭക്ഷണങ്ങൾ, നല്ല രുചിയുള്ള ഭക്ഷണം, പുള്ളിക്കാരുടെ മസാജൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ ഇനി നമുക്ക് ഈ രോഗം നമുക്ക് ഇപ്പം പൂർണ്ണമായും മാറി അല്ലെങ്കിൽ പൂർണ്ണമായും മാറ്റത്തിലേക്ക് എത്തി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്, മാറിയിട്ടുണ്ടെന്ന്. ഇത് തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല പൂർണ്ണമായിട്ടും. അപ്പോൾ ഈ നിങ്ങൾക്കിപ്പം ഇതുപോലെ മറ്റുള്ളവരിപ്പം പലരും ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ രോഗങ്ങൾക്ക് നമ്മൾ വേറെ വിധത്തിലുള്ള മരുന്നുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല. നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ, ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ നമ്മുടെ രോഗങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശാശ്വതമായി നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ രോഗങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് പറയാനുള്ളത്? ഈ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന വളരെ ആൾക്കാരുണ്ട്, അവരോട്. ഇപ്പോൾ ഷുഗർ അങ്ങനെ അസുഖങ്ങളില്ലാത്ത ആൾക്കാരും ഇല്ല. അവരൊക്കെ ഇതൊന്ന് അനുഭവിച്ചറിയുവാണെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയുന്നുള്ളൂ. വളരെ അകലത്തു നിന്നാണല്ലോ ഇവിടെ വരുന്നത്. വളരെ അകലത്തുനിന്ന് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇടുക്കി പോലുള്ള ആ ഒരു ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രകൃതിയും മറ്റുള്ള കാര്യങ്ങളും ഇവിടുത്തെ ഇതിനെക്കുറിച്ച് എന്താണ് ഒരു ധാരണയുള്ളത്? ഇവിടെ വലിയ ചൂടൊന്നും ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങളുടെ രാജാക്കാട് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു നല്ല കാലാവസ്ഥ ഇവിടെ എനിക്ക് തോന്നിയത്. ഞാൻ പറയുകയും ചെയ്തു, നല്ലൊരു കാലാവസ്ഥയാണ്. നാട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിക്കണമെങ്കിൽ ഭയങ്കര ആവിയും പോകത്തിലും ബുദ്ധിമുട്ടാണുള്ളത്. ഇവിടെ അങ്ങനെ ഒരു ഇതില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച്, മുറിയും മറ്റുള്ള സൗകര്യങ്ങളും ഒക്കെ അതിനൊക്കെ തൃപ്തരാണോ? അതെ, വളരെ തൃപ്തിയാണ്. നമ്മൾ ഈ രോഗങ്ങൾ വന്നിട്ട് ആണ് മിക്കവരും ചികിത്സിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതശൈലിയാണ് ക്രമപ്പെടുത്തേണ്ടത്. പല രോഗങ്ങളുടെയും കാരണം പ്രധാനമായും ജീവിതശൈലിയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ നിന്നാണ് എല്ലാവിധ നമ്മുടെ അസുഖങ്ങൾക്കും കാരണമായി നിൽക്കുന്നത്. നമുക്ക് ശരീരത്തിന് അനുഗുണമല്ലാത്ത ജീവിതശൈലി നമ്മൾ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നതും അതുപോലെ അത് നമ്മളെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും.
എന്നാൽ ഈ ജീവിതശൈലി ക്രമപ്പെടുത്തുകയാണ് നമ്മുടെ നവജീവനം ചെയ്യുന്നത്. ആ നവജീവനത്തിലൂടെ ജീവിതശൈലി ക്രമപ്പെടുത്തിക്കൊണ്ട് വളരെയധികം പേര് രോഗങ്ങളിൽ നിന്ന് മുക്തത നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇവിടെ നവജീവനത്തിൽ പ്രകൃതി ചികിത്സ എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചെയ്യുന്നത് ജീവിതശൈലി ക്രമപ്പെടുത്തുക, അല്ലെ ജീവിതശൈലി പഠിപ്പിക്കുക. തെറ്റായ ജീവിതശൈലി മാറ്റിയിട്ട് നല്ല ജീവിതശൈലിയിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ ആൾക്കാരും ആ ജീവിതശൈലി പഠിച്ചുകൊണ്ട് ആ ജീവിതശൈലിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ആരോഗ്യം പ്രദാനം ചെയ്യുവാൻ ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും.